നോക്കിയിരുന്ന അങ്ങനെ പെരുന്നാളിൻ്റെ അവധി ദിനങ്ങൾ വന്നെത്തി. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എവിടേക്കാണ് മക്കളസിനെ കൊണ്ടൊന്ന് യാത്ര പോകാമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത് ഫുജറയ്ക്ക് പോകാമെന്നാണ്. അവിടെ ഒരു കൽബ ഹാങ്ങിങ് കാരണം ബീച്ചൊക്കെ ഉണ്ടല്ലോ. എന്നാൽ പിന്നെ അവിടേക്ക് പോകാമെന്ന് വെച്ചാൽ നമ്മളൊരു 3 മണിക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഏകദേശം അവിടെ എത്താൻ ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് നമ്മൾ താമസിക്കുന്നിടത്ത് തന്നെ, അതിൽ നിന്ന് തന്നെ പോകാനായിട്ട്. അങ്ങനെ അവിടെ ഒരു 4-5 മണിയൊക്കെ ഇപ്പോഴേക്കും നമ്മൾ എത്തി. പക്ഷെ നല്ലൊരു സമയമായിരുന്നു, ഒരു വെയിലൊക്കെ ആറി വലിയ കുഴപ്പമില്ലാത്തൊരു ടൈമിംഗ് ആയിരുന്നു. ഒരാൾക്ക് 5 തരം വെച്ചിട്ടായിരുന്നു എൻട്രി പാസ്. ചെറിയ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല, വലിയവർക്കായിരുന്നു. എന്നാലും നല്ലൊരു വൈബായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. പക്ഷെ വിചാരിച്ച പോലെ ഒന്നുമല്ല, അടിപൊളി നല്ല രസമായിരുന്നു. കാരണം ആ പൂക്കളുടെ കളറും പച്ചപ്പും ലൈറ്റ്സും എല്ലാം കൂടി വന്നപ്പം നല്ലൊരു ഫ്രഷ്നെസ് തന്നെ നമുക്ക് തോന്നും. അതുപോലെ തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. മക്കൾക്കും നല്ല ഇഷ്ടമായിരുന്നു. എവിടെ പോയാലും മടുക്കണതാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ആകെ കൂടി ചെറിയൊരു പ്രശ്നം എന്നുള്ളത് ഇങ്ങനെ പൂന്തോട്ടത്തിന് ഇങ്ങനെ ഗാർഡൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പോകുന്നവർ ഇങ്ങനെ ചെറിയ ചെറിയ കോണി പോലെയാണ് പോകുന്നത്. അത് എന്നെ പോലെയുള്ള മടിച്ചികൾക്കൊക്കെ കാലുവേദനയും ഇതൊക്കെ വരും. വേറൊരു കുഴപ്പമില്ല, നല്ല അടിപൊളി സ്ഥലമായിരുന്നു. നിറയെ പൂക്കളല്ലേ? എവിടേക്ക് പോണ്ടേ? മോൾക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോയി തിരിച്ചു വന്ന് നോക്കിയപ്പോഴേക്കും ഇരുട്ടായി. അത്രയും ക്യൂ ആയിരുന്നു അവിടെ. അങ്ങനെ രാത്രി എന്ന് വെച്ചാൽ വേറൊരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വേറൊരു ഭംഗിയാണ് കാണാൻ. കേട്ടോ, ഇത് മുഴുവിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അയ്യോ. പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ ഇതുണ്ടായിരുന്നു, ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ അത്രയും തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒക്കെ ഒന്ന് കുറച്ചേരം കളിച്ച് പിന്നെ ഞാൻ മോളൊക്കെ കൂടി സെൽഫിയൊക്കെ എടുത്ത്, എവിടെ പോയാലും നമ്മൾ സെൽഫി എടുക്കണമല്ലോ, അതെടുത്തില്ലേ മോശമല്ലേ, അതൊക്കെ പിടിച്ച് ചെറുതിനെ കൊണ്ട് ഏതെങ്കിലും ഒരു പാർക്കിലിട്ടുണ്ട്. പിന്നെ തിരിച്ച് കിട്ടാൻ ഭയങ്കര വിഷമമാണ്. പിന്നെ കിട്ടൂല, അവിടെ ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ ഓരോ വിധത്തിലൊക്കെ പിടിച്ച് ഞങ്ങൾ കയറ്റി അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പോന്നു. വണ്ടി എത്തി. അയ്യോ വീണാനപ്പം. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ നേരെ ഭക്ഷണം കഴിക്കാനൊക്കെ പോയിട്ട്, ഭക്ഷണം ഷവർമ കഴിക്കാൻ പറ്റി വണ്ടിയിൽ തന്നെ വാങ്ങിച്ച് കഴിക്കാമല്ലോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോയത് കോർക്കർക്കാൻ ബീച്ചിലേക്കായിരുന്നു. ആണോ?
നമുക്ക് വീണ് കിട്ടുന്ന അവസരങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക, പരമാവധി ആസ്വദിക്കുക, അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ പെരുന്നാളിൻ്റെ വിശേഷമുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. അപ്പോൾ എല്ലാവർക്കും പെരുന്നാളിൻ്റെ ആശംസകൾ.